കോഴിക്കോട് തോരായിക്കടവ് പാലം തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കിഫ്ബി. നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല. നടത്തിപ്പ് ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ KRFB മറുപടി പോലും നൽകിയില്ലെന്നും കിഫ്ബിയുടെ വിമർശനം. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കിഫ്ബിയുടെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന പാലത്തിൽ കഴിഞ്ഞ മെയ് മാസം നടത്തിയ പരിശോധനയിലാണ് അപാകത കണ്ടെത്തിയത്. പാലത്തിന്റെ 6-7 തൂണുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റേജിംഗ് വർക്കിലെ നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. നിർമ്മാണാനുമതി ലഭിച്ച ഡ്രോയിങ്ങിന് വിരുദ്ധമായിരുന്നു നിർമ്മാണം നടത്തിയത്. അപാകത ചൂണ്ടിക്കാട്ടി മെയ് 19-ന് പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള KRFBക്ക് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഈ മാസം 14-നാണ് നിർമ്മാണത്തിനിടെ പാലം തകർന്നത്. 3-4 തൂണുകളുടെ ഗർഡർ കോൺക്രീറ്റിനിടെയാണ് തകർന്നത്. വിശദമായ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത്. എന്നാൽ കിഫ്ബി നിലപാട് വ്യക്തമാക്കിയതോടെ മന്ത്രി ഇന്ന് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. നിർമ്മാണത്തിലെ അപാകത നേരത്തെ കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന കിഫ്ബിയുടെ വിശദീകരണം പൊതുമരാമത്ത് വകുപ്പിനെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. സർക്കാർ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രസക്തമാണ്. ജനം, കോഴിക്കോട്.